തൻ്റെ വയലിലെത്തിയ മോഹൻ കഠിനമായ വെയിൽ കണ്ടപ്പോൾ ജോലിയെക്കുറിച്ച് പരാതി പറഞ്ഞു. ഓ, എന്തൊരു വെയിലാണ്! ഈ കഠിനമായ വെയിലിൽ ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യാം, കുറച്ച് വിശ്രമിക്കാം, പിന്നെ പണിയെടുക്കാൻ തുടങ്ങാം. മോഹൻ അങ്ങനെ കുറച്ചു നേരം വിശ്രമിച്ചു. ഇനി കുറച്ചു നേരം പണിയെടുക്കാം. ഓ, നല്ല വിശപ്പ്! ഇനി കുറച്ച് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ബാക്കി ജോലി ചെയ്യാം. കൃഷ്ണൻ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോഴാണ് ഒരു സാധു സന്യാസി അതുവഴി വന്നത്. മോനെ, എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? സ്വാമിജി, താങ്കൾ എന്റെ അടുത്തുള്ള ഭക്ഷണം കഴിച്ചോളൂ. സ്വാമിജി കൃഷ്ണൻ തന്ന ഭക്ഷണം കഴിച്ചു. മോഹൻ ദൂരെ നിന്ന് കൃഷ്ണന്റെ വയലിൽ ആരെയോ കണ്ടു. ആരാണ് കൃഷ്ണന്റെ വയലിൽ? ഒരു സ്വാമിജി ആണെന്ന് തോന്നുന്നു, ഒന്ന് പോയി നോക്കാം. പ്രണാമം സ്വാമി. പ്രണാമം, മംഗളം ഭവിക്കട്ടെ. എന്റെ വിശപ്പ് ശമിപ്പിച്ചതിന് നിങ്ങൾക്ക് വളരെ നന്ദി. നന്ദിയുടെ ആവശ്യമില്ല സ്വാമി, ഞങ്ങൾക്ക് നിങ്ങളെ സേവിക്കാൻ അവസരം ലഭിച്ചത് ഞങ്ങളുടെ വലിയ ഭാഗ്യമാണ്. സ്വാമി ഞങ്ങളെ അനുഗ്രഹിച്ചാൽ മതി. ഇത്തവണ ഞങ്ങളുടെ വിളവ് നല്ലതായിരിക്കണം, സന്തോഷവും സമാധാനവും ലഭിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. കഠിനാധ്വാനിയായ കർഷകൻ എപ്പോഴും വിജയിക്കും. ഞാൻ നിങ്ങൾക്കൊരു മാന്ത്രിക വിത്ത് നൽകാൻ ആഗ്രഹിക്കുന്നു. സ്വാമിജി ഒരു സഞ്ചിയിൽ കുറച്ച് വിത്തുകൾ നൽകി. മോഹൻ ചോദിച്ചു, സ്വാമി, ഇത് എന്തിന്റെ വിത്തുകളാണ്? ഇതൊരു മാന്ത്രിക വിത്താണ്. ഇതിനെ നല്ലതായി പരിപാലിക്കുകയും വെള്ളമൊഴിക്കുകയും ചെയ്താൽ ഇത് നിങ്ങൾക്ക് വേണ്ടത് നൽകും. എന്നാ ശരി മക്കളെ, ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് സന്ധ്യാവുന്നതിന് മുമ്പ് എത്തേണ്ടതാണ്. സന്യാസി തിരിച്ചുപോയി. കൃഷ്ണനും മോഹനും മാന്ത്രിക വിത്തുകളുമായി വീട്ടിലേക്ക് പോയി.